ഇത് നമ്മളെ തായ്പിങ്ക് പേരയാണ്. തായ്പിങ്ക് പേര എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പോലെ കായ ഉണ്ടാണ്. നമുക്ക് വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയൊരു പേരയാണ് തായ്പിങ്ക്. എന്നാൽ കൂടുതൽ പരിചരണമൊന്നും ആവശ്യമില്ലെങ്കിലും എല്ലാ സമയത്തും പേരൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇതിന് മെയിനായിട്ട് എന്താ വെച്ചാൽ പ്രൂൺ ചെയ്യണം, എന്നാലുള്ളൂ നല്ലപോലെ കായ ഉണ്ടാവുള്ളൂ. പ്രൂൺ ചെയ്യാൻ നമുക്കൊരു മടി ഉണ്ടാവും. പക്ഷേ ഞാനിത് ഹാർഡ് പ്രൂൺ ചെയ്തിട്ടില്ല, എന്നാലും ചില കമ്പുകളൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തു. ചെറിയ ചെറിയ കമ്പുകളൊക്കെ ഞാൻ കാണിച്ചിട്ട് ഇതുണ്ടായിരുന്ന റിസൾട്ട്. പിന്നെ ഒന്ന് ഈ വലിയ കമ്പുകളൊക്കെ നമ്മളെന്ത് പ്രൂൺ ചെയ്യാതെ വെച്ചാൽ ഇതൊക്കെ നമുക്ക് ലെയർ ചെയ്തെടുക്കണം, എന്നാൽ നമുക്ക് കുറേ തൈകൾ ഉണ്ടാക്കാം. ഞാനിവിടെയൊക്കെ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടല്ലേ. ഇത് ഞാൻ ലെയർ ചെയ്ത് വെച്ചതാണ്. അതുപോലെ ഇവിടെ ഒന്ന് ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെയർ വെച്ചാൽ എന്താ വെച്ചാൽ പെട്ടെന്ന് കായ ഉണ്ടാവും. അതിൻ്റെ റിസൾട്ട് ഞാൻ ഇതിൽ കാണിച്ചു തരാം, ഞാൻ ചെയ്ത് വെച്ചിട്ട് തൈൻ്റെ റിസൾട്ട്. ഇപ്പോൾ ഞാൻ ഇതിൽ നമ്മൾ പ്രൂൺ ചെയ്താലേ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ പേര ഇതാണ് തായ്പിങ്ക്. അതുപോലെ ഇത് ചെറിയതാട്ടോ, അത് നല്ല വലിപ്പം വരും. പുതിയ തളിര് വരുന്ന സമയത്തൊക്കെ അതിൽ പൂക്കളുണ്ടാവും. അപ്പോൾ ഈ ഒരു ചെറിയ തളിരിൽ 3 പൂവുണ്ട്. അതുപോലെ ഇതിൻ്റെ തൊട്ടടുത്ത് ഇവിടെ 2 ഫ്ലവർ. അതുപോലെ ഈ കമ്പിൽ ഇവിടെ ഫ്ലവർ, ഇവിടെയൊക്കെ ഫ്ലവർ ഉണ്ട്, ഒരുപാടുണ്ടായിട്ടുണ്ട് ഇതിലൊക്കെ. പിന്നെ ഇതൊക്കെ നമ്മൾ പ്രൂൺ ചെയ്യുന്നത് ചെറിയ പ്രൂൺ ചെയ്ത് കൊടുത്താൽ ചെറിയ കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഇതിവിടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ കണ്ടില്ലേ, ഇവിടെ ചെറിയൊരു കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇവിടുന്ന് ഇത് ബ്രാഞ്ചസ് വന്നു. ഇവിടുന്ന് ബ്രാഞ്ചസ് ഇവിടെയൊക്കെ പൂവിട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ കണ്ടില്ലേ, ഈ ചെറിയ കമ്പുകളൊക്കെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഇവിടെ ഒന്ന് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഇവിടുന്ന് വന്ന് ഇവിടെ പൂവിട്ടിട്ടുണ്ട്. ഈ ഒരു കമ്പ് ഇവിടെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു, ഇവിടെ പൂവിട്ടു. ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടുന്ന് 2 ബ്രാഞ്ചസ് വന്നു. ഇവിടെ 2 ഫ്ലവറും ഇവിടെ 2 ഫ്ലവറും. അപ്പോൾ നമ്മൾ വേറെ പിന്നെ പ്രൂൺ ചെയ്യാൻ ഒരിക്കലും മടി കാട്ടരുത്. ഏത് ചെടിയാണെങ്കിലും പ്രൂൺ ചെയ്ത് കൊടുത്താലും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. ഞാൻ വേറൊരു പേരമരം കാണിച്ചു തരാം. ഇതിൽ ഒരുപാട് കായകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ താഴത്തൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിഭാഗമാണ് കണ്ടില്ലേ, താഴത്തൊക്കെ നല്ല കായ ഉണ്ടായിട്ട് നമ്മൾ ഇതിൻ്റെ തൈകൾ ഒരുപാട് ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് കായകൾ ഉണ്ടായിട്ടുണ്ടാവും. ചിലയിടത്തൊക്കെ കായകൾ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ വോയിസ് അയച്ചിരുന്നു നമുക്ക്. പിന്നുള്ളത് ഇത് നമ്മൾ കഴിഞ്ഞ സമയത്ത് നല്ല ഹാർഡ് പ്രൂൺ ചെയ്ത ഒരു തൈയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എല്ലായിടത്തും ഇതൊക്കെ കണ്ടില്ലേ, ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുത്തിന് എല്ലാ കമ്പും ഒരു ഇലയില്ലാത്ത രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്തിന് ഇതൊക്കെ. അതിന് ശേഷം എൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഇതുമ്മേ ഫസ്റ്റ് ആകെ ഒരു കായ ഉണ്ടായിട്ടുള്ളായിരുന്നു, പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ ഉണ്ടായി തുടങ്ങുകയാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ചെറിയൊരു കായ ഉണ്ടായിട്ടുണ്ട്. ഇത് സാധാരണ നാടൻ പേരയാണ്. ഉൾഭാഗം റെഡ് കളറും പുറം പഴുത്താൽ യെല്ലോ കളറും വരും. ഇതിലൊക്കെ ഉണ്ടല്ലോ, ഇതിലൊക്കെ ചെറിയ ചെറിയ കായകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ താഴത്തുണ്ട്. ഇനി പുതിയ ബ്രാഞ്ചസ് വരുന്നിടത്തൊക്കെ പൂവിട്ട് കാണണ്ടാറില്ല, ഇതിലൊക്കെ പൂവ് വരുന്നുണ്ട്. അപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. പ്രൂൺ ചെയ്ത് കൊടുക്കുക, ഏത് ചെടിയാണെങ്കിലും പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഇനി വേറെ ഒന്ന് കാണിച്ചാൽ ഇത് ചിക്കു. ഈ ചിക്കും തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ വെട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് പുതിയ തളിര് വരും, അതിൻ്റെ കൂടെ പൂവ് ഉണ്ടാവും. അങ്ങനെയാണ്. ഇതുമൂലം കായ ഉണ്ടായിട്ടുണ്ട്. ഇതുമൂലം 3-4 കായ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ ചെറിയ കായകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. സാധാ നാടൻ ചിക്കുമാണ്. ഇതൊന്ന് ലെയർ ചെയ്തെടുത്ത തൈയാണ്. നമ്മളിങ്ങനെ കവറിലാണ് വെച്ചിട്ടുള്ളത്. ഞാൻ വേറൊരു പേരമരം കാണിച്ചു തരാം. ഇത് കിലോ പേര. ഇത് നല്ല വലിപ്പം വരും ഈ പേരൊക്കെ. ഇതിപ്പോൾ ചെറുതാണ്. ഇതിൻ്റെ സൈസ് തന്നെ നിങ്ങൾക്ക് അറിയണ്ടാവും. നമ്മളെ ഒരു കയ്യിൻ്റെ ഒതിനത്ര വലിപ്പമുണ്ടത്. ചെറിയ പേര ഇത് കണ്ടിട്ട് ഇവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതും നമ്മൾ ലെയർ ചെയ്ത് വെച്ചിരുന്നു. ഇതും ഇങ്ങനെയാണ് പ്രൂൺ ചെയ്യണത്. ഇത് പ്രൂണിങ് അല്ല, ഇതിവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്താണ് ലെയർ ചെയ്തിട്ട്. ഈ കമ്പിലും പൂവിട്ടുണ്ട്. ഇതിനൊക്കെ കൊടുക്കണ വളം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക ഇടയ്ക്ക്, അതുപോലെ എല്ലുപൊടി ഇട്ട് കൊടുക്കുക, വേപ്പ് മണ്ണാക്ക്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടാവില്ല, ഈ NPK 18 ഒക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കണമൊക്കെ നല്ലതാണ്. അതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ കായകളുണ്ടാവും. ഉണ്ടല്ലോ, ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പൂമ്പാറ്റകൾ ഒരുപാടുണ്ടാവും കേട്ടോ. ഇവർക്കൊക്കെ എന്താ വെച്ചാൽ ഇപ്പം തൊട്ടടുത്ത് പോയാലൊരു പേടി ഉണ്ടാവില്ല. നമ്മൾ വളർത്തണ പോലെയാണ് ഇവരൊക്കെ നമ്മുടെ അടുത്ത്. ഉണ്ടല്ലോ, കൈ കൊണ്ട് തൊട്ടാലൊന്നും ഒരു പ്രശ്നമല്ല, കാണാനും നല്ല രസമുണ്ട്. ഇതിൻ്റെ ഈ പൂവിൻ്റെ നീരിങ്ങനെ ഊറ്റി കുടിക്കാനാണ് ഈ വരുന്നത്.
നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ പൂമരം തൊടാൻ കിട്ടും എവിടെയെങ്കിലും. പിന്നെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. കിലോ പേര നമ്മൾ ലെയർ ചെയ്തെടുത്തത് ഞാൻ കാണിച്ചു തരാം. ഇത് കിലോ പേര ലെയർ ചെയ്തെടുത്ത തൈയാണ്. ഇങ്ങനെ തൈകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടോ, അവർക്കൊക്കെ കായ ഉണ്ടായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ കണ്ടില്ലേ പൂവിട്ടിട്ടുണ്ട്. ഇതൊന്നും കൂടുതൽ നിർത്താൻ പറ്റില്ല, കുറച്ച് നമ്മൾ നിർത്താൻ പറ്റുള്ളൂ. കൂടുതൽ നിർത്തിയാൽ എന്താ പ്രശ്നം വെച്ചാൽ ചെറിയ തൈയല്ലേ, ഈ തൈയിൻ്റെ വളർച്ച മുരടിക്കും. അപ്പോൾ നമുക്കൊരു 2-3 ഒക്കെ നിർത്താം, അത്രേ നിർത്താൻ പറ്റുള്ളൂ. കൂടുതൽ നിർത്തിയാൽ പെട്ടെന്ന് തൈകളൊക്കെ കേടന്ന് പോകും. ഞാൻ വേറെ ഒന്ന് കാണിച്ചു തരാം. ഒരു പേരമരം ലെയർ ചെയ്തെടുത്തത് അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാമെന്നല്ലേ. അത് ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ തായ് പിങ്ക് പേരയാണ്. ഇത് അതിൻ്റെ ഒരു കമ്പ് ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ ഒരു കമ്പ് ലെയർ ചെയ്തെടുത്താണ്. ഇതും ഏകദേശം ഒരു 10-20 പേരൊക്കെ ഞാൻ നിർത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഒറ്റൊന്ന് ചിലർക്ക് തോന്നുന്ന 4-5 പേരൊക്കെ ഉണ്ടാവും, ബാക്കിയൊക്കെ കൊഴിഞ്ഞു പോകും. ഇപ്പോൾ ഇതിലിവിടെയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്, ഇവിടെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇതിലൊക്കെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്, കായ ഉണ്ടാകുന്നുണ്ട്. കണ്ടില്ലേ, എന്താ വെച്ചാൽ നമ്മളിങ്ങനെ നുള്ളി കൊടുത്തിട്ട് തൂമ്പുകൾ നുള്ളി കൊടുക്കും. ഇതുപോലെ ഇനി ഇവിടുന്ന് പുതിയ തളിര് വരും, അപ്പോൾ ഇവിടുന്ന് പുതിയ പൂക്കളുണ്ടാവും. അപ്പോൾ ഇവിടുന്ന് കണ്ടില്ലേ, ഇവിടെയൊക്കെ കായ ഉണ്ടായിരുന്നു, ഇവിടുന്ന് കായ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതിനൊക്കെ കൊടുക്കുന്ന വളം എല്ലുപൊടിയും വേപ്പും ഉണ്ടാക്കും. പിന്നെ നമ്മൾ നോക്കുന്നതനുസരിച്ച് നമ്മൾ ദിവസം ഒരു നേരമെങ്കിലും ഈ ചെടീൻ്റെ മരട്ടൊക്കെ ഒന്ന് വന്ന് നോക്കുക, എന്നാൽ തന്നെ നല്ല റിസൾട്ട് ആയി കാരണം നമ്മൾ ഏത് ചെടിക്കും. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മഴ പെയ്തു. ഇതെന്താണെന്നറിയില്ല, ഇത് ചെറിയൊരു എന്ത് വെറുതെ മുളച്ചുണ്ടായതാണ്. കുമ്പളല്ല മത്തനുമല്ല, എന്താണെന്നറിയില്ല. ഞാൻ വള്ളി ഇത് നമുക്ക് കയറ്റുന്നുണ്ട്. എന്താ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കായ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നൊരു മരം പ്രൂൺ ചെയ്യേണ്ട ഒരു കാര്യമാണിത്.